വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും. ഒരു ജ്ഞാനിയുടെ ഹൃദയം ശുദ്ധജലം പോലെ ശാന്തമാണ്. ഒരു വിഡ്ഢിയുടെ ഹൃദയം കലക്കവെള്ളം പോലെ പ്രക്ഷുബ്ധമാണ്. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി നമുക്ക് കാണേണ്ടി വരും. നിങ്ങളുടെ ശക്തിയെക്കുറിച്ചോ പോരായ്മകളെക്കുറിച്ചോ മറ്റുള്ളവർ കൂടുതലായി അറിയാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത്. രണ്ടും ഭാവിയിൽ ഗുണകരമല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ കാര്യം ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിച്ച ഒരു കാര്യം അല്ലെങ്കിൽ സ്വഭാവ രീതി മാറ്റുക എന്നതാണ്. അടുപ്പമുള്ളവരോട് പരമാവധി നുണ പറയാതിരിക്കുക. പലപ്പോഴും സത്യമറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും. ഓരോ ഹൃദയത്തിനും ചില വേദനകളുണ്ട്. പ്രകടിപ്പിക്കുന്ന രീതി മാത്രം വ്യത്യസ്തമാണ്. ചിലർ അത് കണ്ണുകളിൽ മറയ്ക്കുമ്പോൾ ചിലർ പുഞ്ചിരിയാൽ മറയ്ക്കുന്നു. നമ്മൾ കാരണം ആരെങ്കിലും അസ്വസ്ഥരാണെന്ന് തോന്നിയാൽ സ്വയം മാറിക്കൊടുക്കുക. നമ്മളോട് പറയാനുള്ള മടി കൊണ്ടായിരിക്കും അവരത് പറയാത്തത്. പക്ഷേ പറയാതെ അറിയുവാനുള്ള പല പെരുമാറ്റങ്ങളും അവരിൽ കാണാൻ കഴിയും. കൂടുതൽ വെറുപ്പിക്കുന്നതിന് മുൻപ് സ്വയം ഒഴിഞ്ഞു മാറുക. അറിവ് ഒരു കൃഷിയിടമാണ്. നിങ്ങൾ നിലമൊരുക്കി വിത്ത് വിതച്ചില്ലെങ്കിൽ വിളവെടുക്കാൻ സാധിക്കില്ല. അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുന്നില്ല. നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. പെരുമഴയത്ത് കുടപിടിച്ച് നടക്കുമ്പോൾ നമ്മുടെ കുടക്കീഴിലേക്ക് ഓടി വരും ചിലരൊക്കെ. അത് നമ്മളെ കണ്ടല്ല, കുട മോഹിച്ചവരാണ്. മഴ തീർന്നാൽ അവരങ്ങ് പോകും. അത് മനസ്സിലാക്കിയാൽ ജീവിതം എളുപ്പമാണ്. ഉള്ളു തുറന്നിട്ടും ഉള്ളറിയാത്തവരുണ്ട്. ഉള്ളത് പറഞ്ഞിട്ടും ഉള്ളു കാണാത്തവരുണ്ട്. ഉള്ളുരുകിയിട്ടും ഉൾക്കൊള്ളാത്തവരുണ്ട്. പതിയെ പതിയെ മൗനമാവുക. അതിനുമപ്പുറം മറന്നു കളയുക. നിശബ്ദതയ്ക്ക് വാക്കുകളെ മറികടക്കാനുള്ള ശക്തിയുണ്ട്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആഗ്രഹിച്ചാൽ അയാൾ ഉറപ്പായും അവളെ ആകർഷിക്കാൻ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കും. ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ദൗത്യം നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. പരാതി പറയുക എന്നതാണ് ഏറ്റവും എളുപ്പമുള്ള ജോലി. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.